നമസ്കാരം. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും മുഖ്യപ്രതികളാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള മരണക്കുറിപ്പാണ് കെ മഹേശൻ എന്ന് പറയുന്ന കണിച്ചുക്കളങ്ങര SNDP സെക്രട്ടറി എഴുതി വെച്ചിട്ടുള്ളത്. അതോടൊപ്പം അദ്ദേഹം അവിടുത്തെ കണിച്ചുക്കളങ്ങര ദേവസ്വം ഖജാൻജിയുമായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ എത്രമാത്രം തട്ടിപ്പുകാരനാണെന്ന് കൃത്യമായി പറയുന്ന, മൈക്രോ ഫിനാൻസ് കേസിലെ എല്ലാം എത്രമാത്രം പ്രതിയാണെന്ന് പറയുന്ന ഒരു കൃത്യമായുള്ള രേഖയാണിത്. ഇതിൽ മൈക്രോ ഫിനാൻസ് കേസുകളിലെല്ലാം കെ മഹേശനാണ് ഉത്തരവാദി എന്ന് ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെത്. എന്നാൽ അതിനെതിരെ ശക്തമായ രൂപത്തിലാണ് കെ മഹേശൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള കേസുകളിലും കെ മഹേശൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് വെള്ളാപ്പള്ളി രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ കെ മഹേശൻ എഴുതി വെച്ചിട്ടുള്ള കത്തിൻ്റെ അടുത്ത ഭാഗമാണ് പ്രസിദ്ധീകരിക്കുന്നത്. നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ലേഖനങ്ങൾ എഴുതുവാൻ ഇപ്പോൾ പ്രൊഫഷണലുകൾ, അതായത് ഇതിൻ്റെ ബാക്കി ഭാഗമാണ്. കഴിഞ്ഞ ദിവസം ചള്ളിയുടെ മരുമകനുമായിട്ടുള്ള സംസാരത്തിൽ എൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ പ്രൊഫഷണൽ ആളുകളെ വെച്ചാണ് ലേഖനം തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ, അങ്ങേക്ക് എന്നാണ് പ്രൊഫഷണലെ കിട്ടിയത്? ഈ ലേഖനങ്ങളൊക്കെ അദ്ദേഹം കേരള കൗമുദിയിലും മറ്റു പത്രങ്ങളിലും എല്ലാം എഴുതുന്ന ലേഖനങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ല. എഴുതി കൊടുത്തിരുന്നത് കെ മഹേശനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവരൊക്കെ തന്നെ ഇന്നലെ വന്നവരല്ലേ? അങ്ങേക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ, എഡിറ്റോറിയലുകൾ, തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനുകൾ, ഓരോ വർഷം യോഗം, ട്രസ്റ്റ്, കണിച്ചുക്കുളങ്ങര ദേവസ്വത്തിന്റെ വാർഷിക റിപ്പോർട്ടുകൾ, പ്രസംഗിക്കുന്നതിനുള്ള കുറിപ്പുകൾ, പുസ്തകങ്ങൾക്കുള്ള അവതാരികൾ, സ്മരണകൾക്കുള്ള ആശംസകൾ, പ്രസന്റേഷനുകൾ, ഫോട്ടോ, ഫ്ലക്സ്, നോട്ടീസ് ഇല്ല, കൂടാതെ എല്ലാ ജീവചരിത്രങ്ങളും ഒരു സൂര്യ തേജസ് പോലെ എൻ്റെ ഇന്നലകൾ, പാദമുദ്ര, പ്രകാശ് ഇപ്പോൾ എഴുതിയ ജീവചരിത്രം, ഇതിലെല്ലാം എത്രയോ മാസം അവരോടൊപ്പം അങ്ങയുടെ ഹോട്ടലിൽ ഇരുന്ന് അങ്ങയെക്കുറിച്ചുള്ള നന്മകളും കഴിവുകളും ചങ്കൂറ്റവും നിലപാടുകളെ തമ്പുരാൻ എന്ന വാക്കും ഉൾപ്പെടെ ഞാൻ ബ്രീഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നൊന്നും ഒരു പ്രൊഫഷനും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കണക്കനുസരിച്ച് ഇതുവരെ 103 മാസം, അതായത് ഒരു മാസത്തിൽ 2 എഡിറ്റോറിയലുകൾ ഞാൻ എഴുതി. യോഗനാഥത്തിലും കേരള കൗമുദിയിലും ചിലതൊക്കെ മറ്റു പത്രക്കാരിലും വന്നിട്ടുണ്ട്, പത്രങ്ങളിലും വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇന്ന് വരെ ഒരു മോശം എന്ന് പറയാവുന്ന ഇട വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അഭിനന്ദിക്കുന്നതിൽ പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവരെ എന്നും വളരെ പിശുക്ക് കാണിച്ചിട്ടുള്ള അങ്ങ് പോലും ചില എഡിറ്റോറിയലുകൾ വായിച്ചിട്ട് ഒത്തിരി പേരെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ പ്രൊഫഷണൽ കണക്കനുസരിച്ച് ഞാൻ എഴുതിയ 206 എഡിറ്റോറിയൽക്ക് എന്ത് പ്രതിഫലം നിശ്ചയിക്കും? അങ്ങനെ ആയിരക്കണക്കിന് എഴുത്തുമായി ബന്ധപ്പെട്ട ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും മോശമെന്ന് ആരും ഇതുവരെ പറഞ്ഞില്ല. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്ന അങ്ങ് പോലും ഇങ്ങേക്ക് ഉണ്ടായിട്ടുള്ള ഈ ജനസമ്മതിയും അങ്ങയെക്കുറിച്ച് ഓരോ ശാഖയിലും വീരഗാഥ പറയുവാൻ യൂണിയൻ ശാഖാ നേതാക്കന്മാർക്ക് പോയിന്റേഴ്സായി ലഭിച്ചതും ഞാൻ എഴുതിയിട്ടുള്ള വ്യക്തതയോടുകൂടിയ സ്ഥിതി വിവര കണക്കിന് അതിനോടൊപ്പമുള്ള വിശദീകരണങ്ങളിലൂടെയായിരുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം ഇന്നത്തെ സോമരാജൻ്റെ പേരിൽ പ്രസിദ്ധീകരിച്ച 4 പേജ് ലേഖനത്തിൽ ഞാൻ പലപ്പോഴും എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനുകളിലെയും കോപ്പി മാത്രമാണ്. നല്ലത് കൊണ്ടാണല്ലോ കോപ്പി ചെയ്തത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങയുടെ ആകാശമുട്ടയുള്ള ഈ വളർച്ചയിൽ എഴുത്തിൻ്റെ മേഖലയിൽ എന്നേക്കാൾ കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള ഒരാളുടെ പേർ അങ്ങേക്ക് പറയാമോ? എൻ്റെ വായനയിലൂടെയുള്ള അറിവും എൻ്റെ കഴിവും എൻ്റെ ബുദ്ധിയും എൻ്റെ ഭാഷയും എൻ്റെ സമയവും എൻ്റെ യൗവനവുമൊക്കെ അങ്ങയുടെ വളർച്ചയ്ക്ക് പടവുകളായി ഉപയോഗിച്ച് ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നെറുകയിൽ ഇരുന്നു കൊണ്ട് ഇനി ഞാൻ പ്രൊഫഷണലുകളെ ഉപയോഗിച്ച് എഴുതിക്കൊള്ളാം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇനി എങ്ങോട്ടാണ്? സംഘടനയിൽ അങ്ങ് എത്താവുന്നതിൽ അത്യുന്നതങ്ങൾ എത്തിയില്ലേ? ഇനി വളരാനല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഏറ്റവും ഉയരത്തിലെത്തുന്നവരെ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെ അങ്ങയ്ക്ക് വേണ്ടി പണിയെടുത്ത് എന്നോടൊരു വാക്ക് പറയാതെ പ്രൊഫഷണലിനെ വെച്ച് എന്ന് ഞാൻ കൊണ്ടുവന്ന യൂത്ത് പ്രവർത്തകനോട് പറയുമ്പോൾ അവിടെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ട്. ആത്മാഭിമാനത്തിൻ്റെ നെഞ്ചത്ത് കാലെടുത്ത് വെച്ച് ചിത്രപ്പണി ചെയ്യുമ്പോൾ ആണായി പിറന്ന ആരും ഗതികരിച്ചു പോകും. 1 രൂപ പോലും പ്രതിഫലം പറ്റാതെയാണ് ഞാൻ ഈ സേവനം മുഴുവൻ അങ്ങയ്ക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ അതിൻ്റെ വേദന വളരെ വലുതായിരിക്കും. കണിച്ചുകുളങ്ങര സമരം. കണിച്ചുകുളങ്ങര ദേവസ്വത്തിൽ എല്ലാ അംഗങ്ങൾക്കും അംഗത്വം കൊടുക്കണമെന്നും സ്വകാര്യ ട്രസ്റ്റായി മാറ്റിയ ഐശ്വര്യ ട്രസ്റ്റിനെതിരെ ദേവസ്വത്തിനെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ആരംഭിച്ച ഘട്ടത്തിൽ ഞാനും അങ്ങയുടെ മാനേജർ അശോകനും കൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇത് നമ്മുടെ അറിവിൽ ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമാണ്. സമരത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്, അത് അപകടമാണ്. അപ്പോൾ ഞങ്ങളോട് അങ്ങ് പറഞ്ഞത് ഇങ്ങനെയാണോ എന്ന് ഉപദേശിക്കേണ്ടത്? സമരം ഞാൻ ഒതുക്കിത്തരാം. 2 ഉപദേശികൾ വന്നിരിക്കുന്നു. ഇത് അശോകനോട് ചോദിച്ച് അങ്ങേക്ക് സംശയം നിവൃത്തി വരുത്താം. ഒടുവിൽ എന്തായി? സമരം ശക്തമായി. അങ്ങയുടെ വീടിൻ്റെ വാതിക്കൽ 326 ദിവസം നീണ്ടുന്ന തീക്ഷ്ണമായ സമരം. ഇതിനിടെ അനധികൃത വയർലെസ് സെറ്റ് കേസ്. അപ്പോൾ അങ്ങും കുടുംബവും ഏലപ്പാറ സ്റ്റേറ്റിലെ ഒരു വീട്ടിനുള്ളിൽ കഴിഞ്ഞു. അങ്ങയുടെ വീട്ടിൽ അത്രയും നാൾ കാവൽ നടന്നത് ഞാനും MS
നടേശനും PSL ബാബുവും പിന്നെ അങ്ങയുടെ വീട്ടിലെ രവി, ജയൻ, ജയേന്ദ്രൻ എന്നീ പണിക്കാരും കൂടെ അശോകനും ഇടയ്ക്ക് ഞങ്ങളെ അന്വേഷിക്കാൻ തൻ്റെ അടുത്തോടെ വന്നത് അനിയൻ വക്കീൽ മാത്രം. പിന്നെ അമ്പലപ്പുഴയിൽ നിന്ന് മണിക്കുട്ടൻ കുറച്ച് ആൾക്കാരെ മള്ളാപ്പള്ളി മതിലിനകത്ത് കൊണ്ടുവന്ന് ആക്കുകയും ഇടയ്ക്ക് അവർക്ക് കുടിക്കാനുള്ള ലിക്കറും കൊണ്ടുവന്ന് കൊടുക്കും. സമരം കടുത്തു, അമ്പലം അടപ്പിച്ചു, കൗണ്ടർ അടപ്പിച്ചു. എൻ്റെ വീടിന് ഭീഷണിയായി. സിബിയുടെയും രാജീവ് നടേശൻ്റെയും പൊന്നാട്ട് കാർത്തികേയനെ വീട് ആക്രമിച്ചു. അന്ന് ആ വീട്ടിലൊക്കെ പോലീസിന്റെ സഹായത്തോടെയും പോവുകയും അവർക്ക് ആവശ്യം സഹായം ചെയ്തു കൊടുത്തത് ഞാൻ മാത്രം. എന്നോടൊപ്പം വന്നത് അശോകനും അങ്ങയുടെ ബന്ധുക്കളുടെയോ അഭിതകാംക്ഷികളുടെയോ പൊടി പോലും ആയിരുന്നു അവിടെയെങ്ങും. ഒരു ദിവസം എൻ്റെ അമ്മയുടെയും ഗർഭിണിയായ എൻ്റെ ഭാര്യയെയും മറ്റു സ്ഥലത്ത് നിന്ന് കൊന്നിട്ടുള്ള ഗുണ്ടകൾ വഴിയിൽ തടഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഒടുവിൽ എൻ്റെ മൂത്ത കുഞ്ഞിനെയും അമ്മയെയും കൂട്ടി ഗർഭിണിയായ ഭാര്യ അവരുടെ വീട്ടിൽ പോയി 32 ദിവസം നിന്നു. ഞങ്ങൾ കുറച്ചുപേർ അങ്ങയുടെ വീട്ടിൽ കാവൽ. അനധികൃത വയർലെസ് സെറ്റ് കെട്ടാൻ പോലീസ് വരുന്നു എന്ന് ജയേശൻ അറിയിച്ചതനുസരിച്ച് അതിൻ്റെ പാർട്സുകളും മറ്റുപകരണങ്ങളും തലച്ചുമടായി അങ്ങയുടെ വടക്കേ മതിൽ വഴി കൊണ്ടുവന്ന് അപ്പുറത്താക്കി. തുടർന്ന് വണ്ടിയിൽ കയറ്റി അരിപ്പറമ്പ് വഴി തിരിച്ചു വന്ന് ശുക്രൻ വിജയന്റെ പറമ്പിൽ ശാപ്പെട്ടി മൂടുന്ന പോലെ ഇറക്കി. ഒരു പക്ഷേ പരിശോധിച്ചാൽ ഇപ്പോഴും കിട്ടും അവശിഷ്ടങ്ങൾ. ഞാൻ അന്ന് DT കോളേജിൽ ട്യൂഷൻ എടുക്കുവാൻ പോവുകയായിരുന്നു. ഒരു ദിവസം പാർട്ടിക്കാർ ട്യൂഷൻ സെന്റർ വളഞ്ഞു. അന്ന് ട്യൂഷൻ സെന്റർ ഉടമയായി രാജൻ സാറിന്റെ പടിഞ്ഞാറേ മതിൽ വഴി മുണ്ടുപറമ്പന്റെ വീട്ടിൽ കയറി രക്ഷപ്പെട്ടു. സമരം അതിരൂക്ഷമായി. ഇതിനിടയിൽ വയർലെസ് ഒന്ന് താറിയപ്പോൾ അങ്ങ് ആലപ്പുഴയിൽ വന്ന് ഇടയ്ക്ക് ഞങ്ങളെ കാണുമായിരുന്നു. രൂക്ഷമായ സമരത്തിനൊടുവിൽ പൂത്തുപാടത്ത് വിജയനെയും ചെല്ലാട്ട് വിജയനെയും വീട്ടിലെ ആൾക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. വീട്ടുപകരണങ്ങളും അടിച്ചു തകർത്തു. ഒരു വീട്ടിലെ സ്ത്രീയെ മാനഭംഗപ്പെടുത്തി. ഒരു പയ്യന്റെ കാല് തല്ലി പിടിച്ചു. ഒരു അച്ഛൻ്റെ ശരീരം അസകലം വെട്ടി. നിരവധി ആൾക്കാർ തല്ലുവാനായി ഇറങ്ങി. ഒട്ടനവധി വീടുകൾ തല്ലി തകർത്തു. ഒടുവിൽ അന്ന് ഗസറ്റഡ് റാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന PSL ബാബുവിനെ അഴിവടിച്ചിട്ട് തല്ലിച്ചതച്ചു. അതിഭീകരമായി സംഹാരം നടത്തിയ ആ ദിവസം ഇരുണ്ട് വെളുത്തപ്പോൾ അങ്ങ് ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ എത്തി. ഒരു കിടപ്പ് കിടന്നിട്ട് അങ്ങ് ഒരു ആത്മകഥം പോലെ പറഞ്ഞത്, ദേവി എന്ന എന്നെ എന്തിനിങ്ങനെ ഇട്ടിരിക്കുന്നു. ആ സമയം ജയേശൻ, ഞാൻ, അശോകൻ എത്രയും പേർ ഉണ്ടായിരുന്നു. സമരം ചെയ്യുവാൻ അവസരം കൊടുക്കരുതെന്ന് പറഞ്ഞ ഞങ്ങളെ ചീത്ത പറഞ്ഞ് സമരത്തെ നേരിട്ട ഈ അവസ്ഥയിൽ ആത്മകഥം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്നും ഇന്നും പാറ പോലെ ഉറച്ചു നിന്നു. പാർട്ടിക്കാർ പീഡിപ്പിച്ചിട്ടോ നിലപാട് മാറ്റിയില്ല. തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന ഏതോ ഒരു പത്രത്തിന്റെ പ്രവർത്തകരെ ഞങ്ങളുടെ അടുത്ത് വിട്ടിട്ട് അദ്ദേഹവുമായി താർക്കപ്പെട്ട വീടുകളും പരിക്കേറ്റ ആളുകളുമായി സംസാരിക്കാൻ പറഞ്ഞു. അവർക്ക് പോലീസ് അകമ്പടിയോടുകൂടി ഞാനും അശോകനും അനിയൻ വക്കീലുമായി എല്ലാ വീടുകളിലും പോയി സംസാരിച്ചു. അവരുടെ കൂടെ അങ്ങ് ഉണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഇതിനിടയിൽ അങ്ങ് കൊടുക്കുന്ന കുറേ പണവുമായി ജയേശൻ വരും. ആരൊക്കെയോ കണ്ടു ഇന്ന് തീരും നാളെ തീരും എന്ന് പറയും. അതിന് 2 ദിവസം കഴിഞ്ഞ് ഞാനും അശോകനും കൂടി കലവൂർ ഗോപിനാഥ് സാറിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ചേട്ടൻ കലവൂർ രവി സാറുമായി സംസാരിച്ചു. രവി സാർ VSന്റെ അടുത്ത സുഹൃത്തായിരുന്നു. മണിക്കൂറുകൾ നീണ്ട വിവരണങ്ങൾക്ക് ശേഷം അദ്ദേഹം VSുമായി സംസാരിച്ചു. പ്രശ്നം പരിഹരിക്കാമെന്ന ഒരു ഉറപ്പ് കിട്ടിയ ശേഷം ഞങ്ങൾ വരികയും തുടർന്ന് അങ്ങ് ഫോണിൽ VSുമായി സംസാരിച്ച ശേഷമുള്ള സംഭവങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് എൻ്റെ ചരിത്രരചനയുടെ ഭാഗമായിരിക്കും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരും ഉണ്ടായിരുന്നു അങ്ങോടൊപ്പം? വൈക്കത്ത് നിന്ന് കുട്ടൻ വന്നോ? കിട്ടിയ സമയത്ത് ഗുരുവായൂർ ദേവസ്വം മെമ്പർ, ഇനിയും അടുത്തതിലുള്ള ശുപാർശകർ, MLA വാസവനെ പോലെ ഉള്ളവർ, അവരൊക്കെ കൃത്യമായി വിളവെടുക്കാൻ അറിയുന്നവർ. ഞങ്ങളൊക്കെ ഉഴാനും എതിക്കാനും വെള്ളം കോരാനും സാരമില്ല, അതിനാൾ വേണമല്ലോ. അക്കാലത്ത് സമരകാലത്ത് ലക്കി പത്മകുമാർ, സുഭാഷ് ബാസു, MP ശ്രീകുമാർ, ഇവർ ആരെങ്കിലും വന്നിരുന്നോ? അങ്ങയുടെ ഏത് ബന്ധുക്കളാണ് ഉണ്ടായിരുന്നത്? അനിയൻ വക്കീലൊഴിച്ച്. ഇപ്പോൾ അങ്ങയുടെ വലങ്കയിൽ നിൽക്കുന്ന ചള്ളിസ്വാമി എവിടെയായിരുന്നു? ഞങ്ങൾ കുറേ പാവങ്ങൾ മാത്രം. അന്ന് CPMൽ നിന്നും അങ്ങയെയും വീടിനെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചാൽ ഞങ്ങളെ അപമാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒന്നോർക്കണം, ഞങ്ങളും ആത്മാഭിമാനമുള്ളവരാണ്. അങ്ങയ്ക്ക് അല്ലാതെ മറ്റാർക്കെങ്കിലും ഇങ്ങനെ തള്ളിപ്പറയുവാൻ കഴിയുമോ? മനസാക്ഷി അല്പമെങ്കിലും സ്മരണ അല്പമെങ്കിലും ഉള്ളവർക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയുമോ? ഇതാണോ ശ്രീനാരായണ ധർമ്മപ്രചാരണം? അമ്പലത്തിലേക്ക് അടയ്ക്കുവാനുള്ള പണം അടയ്ക്കണമെന്ന് നിലപാട് സ്വീകരിച്ചതിനാണോ ഇത്രയും എതിർപ്പ്? കള്ളുഷാപ്പ് എഴുതി വെച്ചവന്റെ പേരിൽ കേസ് വരാതെ നോക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയതാണോ ഇത്തരം തള്ളിപ്പറച്ചിലിന് കാരണം? ഇതൊന്നും ധാർമ്മികതയല്ല, നീതിയുമല്ല. എന്ത് പറഞ്ഞാലും ചെയ്താലും ആരും ഒന്നും പറയില്ല എന്ന വിശ്വാസമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇനിയും അതാണ് ശരിയെന്ന് അങ്ങേക്ക് തോന്നുമെങ്കിൽ പിന്നെ ധർമ്മോ രക്ഷിത ഹോ. പുത്തുപാടത്ത് വിജയന്റെയും ചെല്ലാട്ട് വിജയന്റെയും മക്കൾ നഷ്ടപരിഹാരമായി ട്രസ്റ്റിൽ ഫ്രീ ആയി ജോലി കൊടുത്തു. സമരത്തിന്റെ ഒത്തുതീർപ്പിന്റെ ഭാഗമായി 3500 പേർക്ക് എതിരാളിയായി സമരക്കാർ പറഞ്ഞ് അമ്പലത്തിൽ അംഗത്വം കൊടുത്തു. ട്രസ്റ്റ് ക്ഷേത്രത്തിന് തീരെ ഉടമ്പടി എഴുതി. അതിനുശേഷം നടന്ന ദേവസ്വം തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ നിയന്ത്രണം ഫീൽഡിൽ എനിക്കായിരുന്നു. അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ 2500 വോട്ടിന്റെ ഭൂരിപക്ഷം അങ്ങ് ജയിച്ചു. പുതുതായി അവർ പറഞ്ഞത് 3500 പേർക്ക് അംഗത്വം കൊടുത്തു.
ഈ സമയം കൊണ്ട് ശാഖയുടെയും കുടുംബ യൂണിറ്റിയും പ്രവർത്തനം ശക്തമായി എല്ലാ മേഖലകളിലും എത്തി. പണ്ട് അങ്ങ് വടക്കൻ മേഖലയിൽ യോഗം കൂടുവാൻ 10 വണ്ടിയുടെ അകമ്പടിയോടുകൂടി കൊച്ചുകുട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ മാത്രമേ പോകുമായിരുന്നുള്ളൂ. ചാരങ്കാട്ടുകാർക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖലയിൽ കടന്നു കയറി നമ്മുടെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി ശക്തമായി ഇടപെട്ടതിലൂടെ അന്നത്തെ ഇലക്ഷനും എതിരാളികൾക്ക് 1500 വോട്ടുകൾ താഴെ മാത്രം. SNDP യൂണിയന്റെയും ശാഖയുടെയും പ്രവർത്തനം അതിശക്തമായി നടന്നതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു. അതിനു മുമ്പും ഇന്നും പാനൽ നിയന്ത്രിക്കുന്നതും നേതൃത്വവും അങ്ങ് തന്നെയായിരുന്നു. എന്തേ നേരത്തെ ഇല്ലാതിരുന്ന സ്വാധീനം ഇന്ന് വടക്കൻ മേഖലയിൽ ഉണ്ടായി. ഒരു കൂട്ടം ആളുകളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം സമൂഹം തരുന്ന അംഗീകാരമാണ്. അങ്ങനെ അങ്ങയ്ക്ക് വേണ്ടി ത്യാഗം നിർഭരമായി പ്രവർത്തിച്ച എത്രയോ പേരെ അങ്ങയുടെ ദയാദാക്ഷ്യത്തിന് വന്നിട്ട് കണ്ണീരുമായി വണങ്ങിയിട്ടുണ്ട്. NPS ബാബുവിൻ്റെ ദേവസ്വം സമരം കഴിഞ്ഞ് നടന്ന സ്കൂൾ ഭരണസമിതി ഉൾപ്പെടുത്തി. അതുപോലെ ചേർത്തല RDCയിലും ഉൾപ്പെടുത്തി. KP നടരാജനുമായി ഒരു അഡ്മിഷൻ വിഷയത്തിലുണ്ടായ സംസാരം പിശകിൻ്റെ പേരിൽ യാതൊരു മുന്നറിയിപ്പില്ലാതെ തുടർന്നു വന്ന തെരഞ്ഞെടുപ്പുകളിൽ ദേവസ്വത്തിൽ നിന്നും RDCയിൽ നിന്നും മാറ്റി. ഒരു വാക്ക് അദ്ദേഹത്തോട് പറഞ്ഞില്ല. ആ KP നടരാജൻ ഇപ്പോൾ എവിടെയാണ്? പിന്നീട് കൗൺസിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി PSN ബാബുവിനെ ചിലപ്പോൾ എടുക്കും, അല്ലെങ്കിൽ ഒഴിവാക്കും. അതുപോലെ തന്നെ നിരന്തരമായ ഇടപെടലിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ മകന് 4 ലക്ഷം രൂപ വാങ്ങി ജോലി കൊടുത്തു. അദ്ദേഹം അല്പം കുറവ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് തരാൻ തീരുമാനിച്ചതാണ് പരിഗണനയെന്നാണ്. ദേവസ്വം സമരത്തിൻ്റെ ഗസറ്റഡ് റാങ്കിൽ ഇരുന്ന് തല്ലുകൊണ്ടയാളാണ്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മകന് PSC കിട്ടി. ട്രസ്റ്റിലടയ്ക്കാൻ ലോൺ എടുത്തതിൻ്റെ ഭാഗമായി ഫെഡറൽ ബാങ്കിൽ ലോൺ കുടിശ്ശിക ഉണ്ടെന്നും അല്പം പൈസ തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ മറുപടി ഒറ്റ രൂപ തരില്ല, മാത്രമല്ല തന്നെയൊന്നും കൂട്ടത്തിൽ കൊണ്ടിറക്കാൻ കൊള്ളില്ല എന്നും പറഞ്ഞു. വളരെ സങ്കടത്തോടെയാണ് എന്നോട് അക്കാര്യം ബാബു സാർ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പരസ്പരം സുഖിപ്പിക്കലിൻ്റെ കാര്യവും കൂട്ടത്തിൽ എനിക്ക് എന്നെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തും അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ അടുത്തും ഇതാണല്ലോ അങ്ങയുടെ രീതി. അതെല്ലാം ഇപ്പോൾ തന്നെ ഞങ്ങൾ പങ്കുവയ്ക്കും. അദ്ദേഹത്തെ ഇപ്പോൾ സുഖിപ്പിക്കുന്നത് എനിക്കിട്ട് അടിക്കാനുള്ള വടി നോക്കലാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം അറിയാം. ദേവസ്വം സമരം നടക്കുമ്പോൾ അങ്ങയുടെ വീട്ടിലുള്ള ഞങ്ങൾക്ക് ആരും കാണാതെ വലവ്യഞ്ജനങ്ങളും മീനും വാങ്ങി തന്നത് മുതൽ എല്ലാ സമരങ്ങളുടെയും മുന്നിൽ നിന്ന് പയറ്റിയ ഒരു സ്ത്രീയായിരുന്നു ഓമന ഉല്ലൂസ് എന്ന് പറയുന്ന സ്ത്രീ. ഓരോ തെരഞ്ഞെടുപ്പിലും ഓമനയും മകളും കൂടി 100 കണക്കിന് കള്ളവോട്ടുകൾ ചെയ്യും. ഇത് ഈ നാട്ടിലുള്ള എല്ലാ പ്രവർത്തകർക്കും അറിയാം. യോഗം തെരഞ്ഞെടുപ്പും ട്രസ്റ്റ് തെരഞ്ഞെടുപ്പും ദേവസ്വം തെരഞ്ഞെടുപ്പിലും ഓമനയുടെ സാന്നിധ്യം ശക്തവും സജീവമായിരുന്നു. ആളെ കൂട്ടാനും മുദ്രാവാക്യം വിളിക്കാൻ ആരോടെങ്കിലും 2 പറയാൻ ഓമന വെള്ളാപ്പള്ളിക്കും വേണ്ടി മുന്നിലായിരുന്നു. തന്മൂലം ഒരു സർക്കാർ വീട് പോലും പാർട്ടിക്കാർ കൊടുത്തില്ല. ആ ഓമനയുടെ മകന് വേണ്ടി അശോകൻ അങ്ങയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദേവസ്വംകാരും ശാഖക്കാരും അണിയാനും ശുപാർശ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ പ്രതികരണം അവളുടെ അത്രയ്ക്ക് കനമാണോ എന്നായിരുന്നു. ഇത് അശോകൻ എന്നോട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഓമനയോടും പറഞ്ഞുവെന്ന്. കാരണം അവൾ കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. മറ്റൊരാൾ ആഴ്വാലി മീശചന്ദ്രൻ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് അങ്ങയെ കാണുവാന്നിരുന്നു. ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി വയ്യാത്ത അച്ഛനെയും കൂടി അങ്ങയുടെ മുൻപിൽ വരണമെങ്കിൽ അത്രയും കൊണ്ടാണ്. പക്ഷേ യാതൊരു ദാക്ഷിണ്യവുമില്ല. മീശചന്ദ്രനെ അറിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആ മീശചന്ദ്രൻ എന്ന് പറയുന്നത് അങ്ങ് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പുറത്ത് സെക്യൂരിറ്റി നിന്നാളാണ്. അങ്ങനെ കൃഷ്ണൻ, സുരേന്ദ്രൻ, തങ്കച്ചേട്ടൻ, അമ്പി പട്ടാളം തുടങ്ങി ഒട്ടനവധി കുളങ്ങരക്കാരായവരുടെ ത്യാഗത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് ഫലമാണ് അങ്ങയുടെ ജീവിതവും വളർച്ചയും സ്വാധീനവും അധികാരവും ഒക്കെ. അവരെ സഹായിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കാമായിരുന്നു. ഇതിൽ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടം മുതൽ അങ്ങയുടെ ചാരായ ഗോഡൌണിലെ മൂപ്പനായിരുന്നു. 1950 ജോണോ കാപ്സിൽ ചാരായ ഗോഡൌണിൽ തുടങ്ങിയത് മുതൽ അവിടുത്തെ സ്റ്റോർ കീപ്പറും മൂപ്പനുമായിരുന്നു. അന്ന് അങ്ങയുടെ പാർട്ണറായിരുന്ന വൈക്കത്തെ കുട്ടനായിരുന്നു ചുമതല. ഞാൻ ക്യാഷ്യറും. കുട്ടൻ്റെ സുഹൃത്തായ തൃശ്ശൂർ ജില്ലയിലെ മാത്യൂസ്, അയാൾ മരിച്ചുപോയി, സ്ഥിരമായി കൊണ്ടുവന്ന ക്ലോറിൻ ഹൈഡ്രേറ്റ് എന്ന മയക്കുമരുന്ന്. ചാരായത്തിൽ 1 കിലോഗ്രാം ചേർത്താൽ 125 ലിറ്റർ വെള്ളം ഒഴിക്കാം. 1 കിലോ CHൻ്റെ അന്നത്തെ വില 225 രൂപ. അത് സ്ഥിരമായി ചെയ്യുന്ന ആളായിരുന്നു സുരേന്ദ്രൻ. കൃത്യമായ അളവിൽ സ്പിരിറ്റും വെള്ളവും CHും ചേർത്താണ് ചാരായം ഉണ്ടാക്കിയത്. സ്ഥിരമായി CH എടുത്തിരുന്ന തവി 42-ാം ദിവസം ദ്രവിച്ചൊടിഞ്ഞപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. കുട്ടൻ ചേട്ടാ, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറാത്തതിന് കാരണം ഞാൻ വിഷം സ്ഥിരമായി ചാരായത്തിൽ കലക്കുന്നതുകൊണ്ടാണെന്ന് കുട്ടൻ നിർത്തുന്നു. അതിൽ ലാഭം കണ്ട കുട്ടൻ അത് നിർത്തുവാൻ ചെത്തിക്കാടാൻ കുട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. കരൾ ദ്രവിച്ചാണ് ആ മനുഷ്യൻ മരിച്ചത്. സ്ഥിരമായ ടേസ്റ്റർ ആയിരുന്നു ഈ സുരേന്ദ്രൻ.
കഴിഞ്ഞ ദിവസം മകൻ്റെ ജോലിക്കാര്യത്തിന് അശോകൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങയെ കാണാൻ വന്നപ്പോൾ ഉണ്ടായ അനുഭവം എൻ്റെ ഓഫീസിൽ വന്ന് എന്നോടും ശാഖാ സെക്രട്ടറി ബാബുവിനോടും പറഞ്ഞതാണ്. അവരുടെ കുടുംബം ഒന്നടങ്കം നമ്മുടെ പ്രവർത്തകരും ഈ മകൻ നമ്മളുടെയുമായി ബന്ധപ്പെട്ട് കേസുകളും ഉള്ളതാണ്. അതായത് ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ വായിക്കണം. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ആത്മഹത്യാക്കുറിവുള്ളത്. ഇദ്ദേഹത്തിന് തട്ടിപ്പല്ലാതെ വേറെ പരിപാടിയില്ല, വെള്ളാപ്പള്ളി നടേശനി എന്നുള്ളതാണ്. കൂടെ നിന്ന് സഹായിച്ചാൽ പോലും, അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോഴും, അദ്ദേഹത്തിൻ്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോഴും അദ്ദേഹം നന്ദി കാണിച്ചിട്ടില്ല എന്നാണ് കെ കെ മഹാശൻ പറഞ്ഞത്.